നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വാട്ട് എ ചേസ്. തുടക്കത്തിൽ 3 വിക്കറ്റുകൾ വീണിട്ടും വർദ്ധിത വീര്യത്തോടുകൂടി DC തിരിച്ചടിച്ചു. ക്യാപ്റ്റൻ അക്സർ പട്ടേലിൻ്റെ കിടിലൻ ഇന്നിങ്സ്, ഡേവിഡ് മില്ലറുടെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ പറന്നു. അതോടൊപ്പം അവർ രണ്ടുപേരും വീണിട്ടും വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയി. അവസാന ഘട്ടത്തിൽ മാധവ് തിവാരി, അതുപോലെ ഓക്കിബ് നബി എല്ലാവരും സംഭാവന ചെയ്തു. അങ്ങനെ വിജയം അവർ സ്വന്തമാക്കി. 3 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി. PBKSO തുടരെ 4ാമത്തെ തോൽവി. കാര്യങ്ങൾ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു. DCക്കിന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ PBKS നല്ലൊരു മുട്ടം പണി കൊടുത്തിരിക്കുന്നു. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത PBKS നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 210 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ DC 19 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. PBKS ഒരർത്ഥത്തിൽ പരാജയം എങ്ങനെ ഏറ്റുവാങ്ങാമെന്നത് ഗവേഷണം നടത്തുന്ന പോലെ തോന്നിയത്. 17 വൈഡുകൾ, 18 എക്സ്ട്രാ റൺസ്, ഡ്രോപ്പ് ചെയ്ത ക്യാച്ചുകൾ എല്ലാം കൂടി 210 അവർക്ക് ഡിഫെൻഡ് ചെയ്യാമായിരുന്ന സ്കോറാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. ഈ ഗ്രൗണ്ടിൽ IPL ഏറ്റവും ഉയർന്ന ചേസാണ് ഇപ്പോൾ DC നടത്തിയിരിക്കുന്നത്. PBKSൻ്റെ ഇന്നിങ്സിൽ കിടിലൻ തുടക്കമാണ് പ്രിയാൻ ഷാരി നൽകിയത്. മറുഭാഗത്ത് പ്രഭ്സിമ്രാൻ സിംഗ് ഏറെക്കുറെ ഒരു സ്പെക്ടേറ്റർ പോലെയായിരുന്നു. 15 പന്തിൽ നിന്ന് 18 റൺസാണ് അദ്ദേഹം നേടിയതെങ്കിൽ പ്രിയാൻ ഷാരിയ 33 പന്തിൽ നിന്ന് 2 ഫോറും 6 സിക്സറും അടക്കം 56 റൺസ് അടിച്ചു. ശ്രേയസ് അയ്യർ 36 പന്തിൽ നിന്ന് 5 ഫോറും 3 സിക്സും അടക്കം 59 റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു. കൂപ്പർ കനോലി 27 പന്തുകളിൽ നിന്ന് 38 റൺസാണ് അടിച്ചത്. പിന്നെ ഷെഡ്ഗെ അവസാനം ഒരു കിടിലൻ ക്യാമിയോ, 2 ഫോറും 2 സിക്സും അടക്കം 8 പന്തിൽ നിന്ന് 21 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിങ്ങിൽ വിജയിക്കാൻ വേണ്ടത് 211 റൺസ്. തുടക്കത്തിലെ പണി കിട്ടി DCക്ക്. KL രാഹുൽ 9, പോറൽ 5, അതുപോലെ പഴാഗ് 13. അങ്ങനെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർക്ക് നഷ്ടമായി. അതായത് സഹിൽ പഴാഗ് ഈ ഒരു സ്കോറിന് പുറത്താകുമ്പോൾ 13 റൺസുമായിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 33 റൺസാണ്. 33-3 എന്ന രൂപത്തിലാണ് വീണിരുന്നത്. പിന്നാലെ സ്റ്റബ്സ്, കൂപ്പർ കനോലി റൺഔട്ടാക്കുന്നു. 17 പന്തിൽ നിന്ന് 12 റൺസ് അദ്ദേഹം നേടിയത്. അവിടെ നിന്നാണ് അക്സർ പട്ടേലും ഡേവിഡ് മില്ലറും കൂടി പൊളിച്ചെടുക്കുന്നത്. അക്സർ പട്ടേലിൻ്റെ ബാറ്റിൽ നിന്ന് 8 ഫോറും 2 സിക്സറും പിറന്നു. 30 പന്തിൽ നിന്ന് അദ്ദേഹം 56 റൺസ് അടിച്ചു. ഒടുവിൽ സ്റ്റോയിനിസിൻ്റെ പന്തിൽ ഡോർഷീസ് പിടിച്ച് പുറത്താവുകയായിരുന്നു. ഡേവിഡ് മില്ലറും കിടലിനായിട്ട് ബാറ്റ് ചെയ്തു. അവസാനം 28 പന്തിൽ നിന്ന് 3 ഫോറും 4 സിക്സറും അടക്കം 51 റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. തുടരെ സിക്സറുകൾ അടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ശ്രമത്തിലാണ് അദ്ദേഹം പോകുന്നത്. അതേസമയം അവർക്ക് തിരിച്ചടിയായി അശുതോഷ് ശർമ്മ മടങ്ങിപ്പോകുമ്പോൾ കളി തീർന്നു എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹം മടങ്ങുമ്പോൾ 205 റൺസ്. വിജയത്തിലേക്ക് എത്താൻ വീണ്ടും റണ്ണ് വേണം. അതേസമയം അവസാന ഘട്ടത്തിൽ മനോഹരമായിട്ട് തന്നെ കളി ഫിനിഷ് ചെയ്യുന്നു മാധവ് തിവാരി. 8 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 18 റൺസ് അടിച്ചു. ഓക്കിബ് നബി 2 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 10 റൺസ് കുറിക്കുകയും ചെയ്തു. ഏതായാലും മനോഹരമായിട്ട് തന്നെ അവർ ഫിനിഷ് ചെയ്തു. യാഷ് താക്കൂറിൻ്റെ പന്തിൽ ആക്കിബ് നബി സിക്സറിന് പറത്തുമ്പോൾ അതിന് മുമ്പത്തെ പന്ത് നോബോളാണ് എറിയുന്നത്, അത് ഫോറുമായി. അങ്ങനെ കളി അങ്ങ് കൈവിട്ട് കളഞ്ഞു എന്ന് തന്നെ പറയണം. PBKS ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ അബദ്ധങ്ങൾ ചെയ്തു. തുടരെ 4ാമത്തെ പരാജയം. 11 കളികളിൽ നിന്ന് 13 പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ 4ാം സ്ഥാനത്ത്. അതേസമയം DC 12 കളികളിൽ നിന്ന് 10 പോയിൻ്റായി ഇപ്പോൾ 7ാം സ്ഥാനത്താണ്. ഏതായാലും DCയുടെ സാധ്യത ഇപ്പോൾ കുറവ് തന്നെയാണ്. എന്നാൽ RR, CSK തുടങ്ങിയ ടീമുകൾക്ക് പ്രതീക്ഷയാണ് PBKSൻ്റെ ഈ ഒരു പരാജയം സമ്മാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.